ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കൂടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ കോപ്പിറൈറ്റ് ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷമാവും നമ്മളെല്ലാവരും അറിയുക ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കുടുങ്ങിയിട്ടുണ്ട് എന്നത്. ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോയ്ക്ക് ഇതേമാതിരി കോപ്പിറൈറ്റ് കുടുങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് കുടുങ്ങിയ വീഡിയോ ആണ്. അതിൽ നിന്ന് കോപ്പിറൈറ്റ് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ ഡിലീറ്റ് ആക്കാതെ എങ്ങനെ കോപ്പിറൈറ്റ് മാറ്റാമെന്ന് നോക്കാം. അതിൽ നിന്ന് ആദ്യം തന്നെ വേണ്ടത് ക്രോമിൽ പോയിട്ട് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുകയാണ് വേണ്ടത്. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആയാൽ വലതുവശത്തായിട്ട് മുകളിലായിട്ട് 3 കുത്ത് കാണും. അത് ഓൺ ആയാൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൺ ആയി വരും. അപ്പം വലതുഭാഗത്ത് നമ്മുടെ പേജ് കാണാം. അത് ഓപ്പൺ ആക്കിയാൽ കസ്റ്റമൈസ്ഡ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏതൊക്കെ വീഡിയോയ്ക്കാണ് നമ്മൾ കോപ്പിറൈറ്റ് കുടുങ്ങിയെന്നുള്ളത് ഫുള്ള് വിവരങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാകും. കോപ്പിറൈറ്റ് ഫുള്ള് കുടുങ്ങിയതുണ്ടാവും, ഷെയർ ആയിട്ട് കോപ്പിറൈറ്റ് കുടുങ്ങിയത് ഉണ്ടാവും. ഏതൊക്കെ ഇതിലാണോ കോപ്പിറൈറ്റ് നമുക്ക് കുടുങ്ങിയത് അതെല്ലാം ആ ഭാഗത്തായി നമുക്ക് കാണാം. ആവശ്യമുള്ള വീഡിയോയിൽ ഞെക്കുമ്പോൾ ടേക്ക് ആക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഫുള്ളായിട്ട് ആ പാട്ട് ഒഴിവാക്കാനുണ്ടാവും, പാട്ട് മാറ്റിയിട്ട് വേറെ പാട്ട് വെക്കാനുണ്ടാവും, ആ പാട്ടുള്ള ഭാഗം ഫുള്ള് ട്രിം ചെയ്ത് ഒഴിവാക്കാനുണ്ടാവും. അങ്ങനെ പല ഓപ്ഷനും ഇതിൽ കാണാം. അതിലിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പാട്ട് മാറ്റി പകരം ഒരു വേറെ പാട്ട് വെക്കുകയാണ്. റീപ്ലേസ് സോങ് എന്നുള്ള ഭാഗം വെച്ചതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ആ പാട്ട് എല്ലാം കൂടി കാണിച്ചൊരു ഭാഗം വരും. അതിൽ ആ ചുവപ്പ് കളറിൽ കാണുന്ന ഭാഗത്താണ് നമ്മുടെ കോപ്പിറൈറ്റ് കുടുങ്ങിയിട്ടുള്ളത്. ഇടത് ഭാഗത്ത് സജഷൻസ് ആൾ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ആൾ ലൈബ്രറി കൊടുത്താൽ ഏതൊക്കെ പാട്ടുകളാണ് അതിലുള്ളതെന്ന് കാണിക്കാം. വീഡിയോയുടെ അടിവശത്ത് വലതുഭാഗത്തായിട്ട് എത്ര മിനിറ്റാണ് ആ പാട്ടിൻ്റെ ദൈർഘ്യം എന്ന് കാണിക്കും. അതിൽ നമുക്ക് എത്ര മിനിറ്റ് പാട്ടാണ് വേണ്ടതെന്നുള്ളത് ലൈബ്രറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്ലസ് എന്നുള്ളൊരു ചിഹ്നം അവിടെ കാണിക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ പാട്ട് അടിയിൽ വരും. വലതുവശത്ത് മുകളിലായിട്ട് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു സേവ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പാട്ട് ഓൾറെഡി അവിടെ സേവ് ആയി. അടിയിൽ ടേക്ക് കൺഫേം എന്നുള്ളത് ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ട് കാണാം. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കോപ്പി സ്ട്രൈക്ക് എന്ന വാക്ക് ചെക്കിംഗ് എന്നുള്ളത് കാണാം. അവിടെ ഓഫ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഒരു ഓഫ് ബട്ടൺ കാണും. അത് ഓണാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് അടിവശത്തായിട്ടൊരു ബോക്സ് കാണാൻ ടിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും അടിക്കുക. അപ്പോൾ നമ്മുടെ കോപ്പിറൈറ്റ് ഒഴിവായതായി കാണാം. വീണ്ടും ചാനലിൽ പോയിട്ട് ഓണാക്കി കഴിഞ്ഞാൽ പഴയ കോപ്പിറൈറ്റ് അവിടെ കാണിക്കുന്നതല്ല.